ഹരിയോ സമാദരവരായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നമ്മുടെ ഉഷ ടീച്ചർ നയിക്കുന്ന 100 ദിന നാരായണീയ യജ്ഞ സമർപ്പണത്തിലേക്ക് ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ദിവസം 9 വേദമന്ത്ര മൂലകമായ വിഷ്ണുസ്തുതി നമ്മളെ മനോഹരമായി വ്യാഖ്യാനിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടി ടീച്ചർ മനോഹരമായിട്ട് അത് വിവരിച്ചു തരുന്നതായിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ. ദശകം 99 വേദമന്ത്രമൂലകമായ വിഷ്ണുസ്തുതി. വിഷ്ണോർവീര്യാണി കോ വാ കഥയതു ധരണേ കശ്ചരേണോന്മിമീതേ യസ്യൈവാഘ്രിത്രയേണ ത്രിജഗദഭിമിതം മോദതേ പൂർണ്ണസമ്പദ് യോസൗ വിശ്വാനി ധത്തെ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്ത്യമൃതരസമരന്തസ്യ യത്ര പ്രവാഹ ആദ്യായാശേഷകർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേർഭക്താത്മാ വിഷ്ണവേയ പ്രതിശതിഹ വിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഹതിഹ മഹതോ വർണ്ണയേത് സോയമേവ പ്രീതഃ പൂർണ്ണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യ മന്ദേ പദം തേ. ഹേ സ്തോതാരഃ കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേതയധ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവദ ജനനോ വാർത്തലീലാ കഥാഭി ജാനന്ദശ്ചാസ്യ നാമാന്യഖില സുഖകരാണീതി സങ്കീർത്തയധ്വം. ഹേ വിഷ്ണോ കീർത്തനാദ്യൈസ്തവ ഖലു മഹദത്തത്വബോധം ഭജേയം. വിഷ്ണോർകർമാണി സംപശ്യത മനസി സദാ യൈ സ ധർമാനബധ്നാത് യാനീന്ദ്രസൈഷ ഭൃത്യ പ്രിയസഖൈവ ച വ്യാതനോക്ഷേമകാരി. വീക്ഷന്തേ യോഗസിദ്ധാ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാ ജാഗരൂകാ കൃതബഹുനുദയോ യജ്ജ നിർഭാസയന്തേ. നോ ജാതോ ജായമാനോപി ച സമധിഗതസ്ത്വന്മഹിന്നോവസാനം ദേവശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപി തേ നാമ ശംസാമി വിഷ്ണു. തം ത്വാം സംസ്തൗമി നാനാവിധനുദിവചനൈർ അസ്യ ലോകത്രയസ്യാപ്യൂർധ്വം വിഭ്രാജമാനേ വിരജിത വസതിം തത്ര വൈകുണ്ഠലോകേ. ആപസൃഷ്ട്യാദിജന്യ പ്രഥമമയി വിഭോ ഗർഭദേശേ ദധുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയന ഹരേ സംഗതാ ഐക്യമാപാൻ. തസ്യാജസ്യ പ്രഭോദേ വിനിഹിതമഭവത് പത്മമേകം ഹി നാഭൗ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത്കർണികം ലോകരൂപം. ഹേ ലോകാ വിഷ്ണുരേതദ്ഭുവനമജനയത്തന്ന ജാനീത യൂയം യുഷ്മാകം ഹ്യന്തരസ്ഥം കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപം. നീഹാരപ്രഖ്യമായ പരിവൃതമനസോ മോഹിതാ നാമരൂപൈഃ പ്രാണപ്രീത്യേക തൃപ്താശ്ചരതമഖപരാഃ അന്തർനിച്ഛാമുകുന്ദേ. മൂർധ്നാമക്ഷ്മാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോപ്യോദ്ഗതത്വാത് അമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ.
യത്തു ത്രൈലോക്യരൂപം ദധതപി ച തതോ നിർഗതോനന്ദശുദ്ധജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ സോഭിതാവാൻ കിമന്യത് സ്തോകസ്തേ ഭാഗ ഏവാഖില ഭുവനതയാ ദൃശ്യത്തെ ത്രിംശകൽപ്പം ഭൂയിഷ്ഠം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമമൃതരസാംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തിം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹി മാം കൃഷ്ണരോഗ. മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹി മാം കൃഷ്ണരോഗ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മള് 99-ാമത്തെ ദശകം വേദസ്തുതിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ൂരിന് 99 ദശകം എഴുതി കഴിഞ്ഞ് 100ാമത്തെ ദിവസം ഭഗവാൻ ബാലഗോപാലമൂർത്തിയായിട്ട് ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ദശകം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദശകം വേദസ്തുതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ഋഗ്വേദത്തിലെ വിഷ്ണു സൂക്തങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീ ഭട്ടതിരിപ്പാട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പോ ഭഗവാന്റെ വീര്യ അതിശയങ്ങളെ ആർക്കാണ് സ്തുതിക്കാൻ സാധിക്കുക, ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുക? സ്തുതിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ, അതിനെ നമസ്കരിക്കുക. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ ഓരോ ശ്ലോകങ്ങളിലും നമസ്കാരമാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുപോലെ തന്നെ വർണ്ണിക്കാൻ ആർക്കാണ് സാധിക്കുക? 3 ലോകങ്ങളെയും 3 അടി കൊണ്ട് അളന്ന് മഹാബലിയിൽ നിന്ന് ഐശ്വര്യം വീണ്ടെടുത്ത് ജനങ്ങൾക്ക് പൂർണ്ണ ഐശ്വര്യം നൽകിയത് ആരാണ് തന്റെ യോഗശക്തി കൊണ്ട് ലോകങ്ങളെയെല്ലാം ഉള്ളിൽ ധരിക്കുന്നത്? ആ മഹാവിഷ്ണുവിന്റെ അളവില്ലാത്ത പ്രഭാവത്തെക്കുറിച്ച് ആർക്കാണ് പറയാൻ സാധിക്കുക? അതൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തോടും നിർദ്ദേശത്തോടും കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഭക്തകവിയായിട്ടുള്ള മേൽപ്പത്തൂര് സ്വയം ഒരു ആത്മകഥം പോലെ പറയാണ്. ഇതൊക്കെ ആർക്കാണ് സാധിക്കുക ഭഗവാനെ എന്ന്. അപ്പോ ഭഗവാന്റെ മാഹാത്മ്യം ആർക്കും വിസ്തരിക്കാൻ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് പറയാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പോ ഭഗവാനെ ഒന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, ആ വാസസ്ഥാനത്ത് ഭഗവാന്റെ ആ മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനമായിട്ടുള്ള ആ സ്ഥാനത്ത് എത്തിച്ചേരാൻ, ആ പരമാനന്ദ രസം അനുഭവിക്കാൻ, അല്ലെങ്കിൽ ആ ഭക്തിയുടെ നിറവിൽ മുക്തിയിലേക്ക് എത്തുന്ന ഭക്തൻ ആ മകരന്തം എന്ന് പറഞ്ഞ തേനൊഴുകുന്ന അല്ലെങ്കിൽ അത്രയും പരമമധുരമായിട്ടുള്ള ആ ഭഗവാന്റെ വാസസ്ഥാനം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ മോക്ഷ സൗഖ്യം ലഭിക്കുന്ന വൈകുണ്ഠത്തിൽ എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. നമുക്കൊക്കെ പലതും ആഗ്രഹിക്കാം. അപ്പോ അതിനൊക്കെ ആ ആഗ്രഹങ്ങളുടെ പൂർത്തിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രമേ വേണ്ടൂ. അപ്പൊ ഭഗവാൻ മേൽപ്പത്തൂരിനെ അനുഗ്രഹിക്കാതിരിക്കില്ല. കാരണം
ഇത്രയും ദിവസങ്ങളായിട്ട് ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മറ്റ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരു ദിവസം പോലും അതിന് ഒരു മുടക്കം വരുത്താതെ ആ ഭജന തുടർന്നു. 99ാമത്തെ ദിവസത്തിലാണ് എത്തിയത്. അപ്പൊ ആ വേദസ്തുതി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദസ്തുതിയിൽ നിന്ന് അതിൽ കൂടിയാണ് സ്തുതിക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഭഗവത് ഭക്തനാണ് നേരിട്ട് ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്ത് എത്തിച്ചേരാൻ കഴിയുക എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ അവസ്ഥ എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് ഭഗവാനുണ്ട്. അതുപോലെ ആ ലോകങ്ങളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും പിന്നെ ഓരോ നിമിഷവും അത് പുതുമ കൂടിക്കൂടി വരികയാണ്. അപ്പോ ഭഗവാനെ പറ്റി പറയുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നും നവമായിട്ടുള്ളതാണ്. ഭഗവാനെ പറ്റി ഇന്ന് ഒരു കഥ പറഞ്ഞ് ആ കഥ തന്നെ നാളെ പറയുമ്പോ അത് ഇന്നലെ കേട്ടതല്ലേ, അത് ആർക്കും കേൾക്കണ്ട അല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് ആർക്കും തോന്നില്ല. കാരണം നവമായിട്ടുള്ളതാണ് ഭഗവാനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ പോലും. അങ്ങനെ ആ സർവൈശ്വര്യ സമ്പന്നനായിട്ടുള്ള വിഷ്ണുവിനെ ഏതൊരു ഭക്തനാണോ യാഗപൂജാദികളെ കൊണ്ട് അല്ലെങ്കിൽ ആ ഹോമദ്രവ്യം, നിവേദ്യം, പുഷ്പം അങ്ങനെ നിഷ്കാമ ബുദ്ധിയോടെ എനിക്കൊരു ഫലവും വേണമെന്ന് വിചാരിച്ചിട്ടല്ല, ആ ഭഗവാനെ പൂജിക്കാനുള്ള ആ ഒരു ആനന്ദം അനുഭവിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ ആ മാർക്കണ്ഡേയ മഹർഷിയുടെ ഒക്കെ കഥ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഭക്തന്മാർക്കാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഭഗവാന്റെ മഹനീയമായിട്ടുള്ള ആ അവതാര കഥകളെ വർണ്ണിക്കുന്നത് ആ ഭക്തന് മാത്രമേ ഈ ലോകത്തിലെ അഭീഷ്ടങ്ങളൊക്കെ സാധിച്ച് അല്ലെങ്കിൽ ആ നിർമ്മലമായിട്ടുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിത അവസാനം പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. കാരണം ഇപ്പോ ധനം സമ്പാദിക്കുക, ലൗകികമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പാദിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതുകൊണ്ടൊക്കെ അപ്പോ അങ്ങനെ സമ്പാദിച്ച ഒരാളെ ധനവാൻ എന്ന് പറയും. പക്ഷെ അയാളുടെ മനസ്സ് ശാന്തമല്ല അല്ലെങ്കിൽ അയാൾ അതിലൊന്നും തൃപ്തനല്ല എങ്കിൽ അയാളെ നമുക്ക് ധന്യൻ എന്ന് പറയാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് അധികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ കംഫർട്ട്സ് അത്ര അധികമൊന്നുമില്ല, പക്ഷെ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഭഗവാനാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ആ പാദകമലത്തെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ എത്ര ചെറിയ കാര്യങ്ങളായാലും അത് ഭഗവത് അർപ്പണമായിട്ട്, അല്ലെങ്കിൽ വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും, പിന്നെ ജീവിതത്തിലെ അധികം സമ്പാദ്യമൊന്നുമില്ല, പക്ഷെ ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. അപ്പോ ആ അദ്ദേഹത്തിനെ നമുക്ക് ധന്യൻ എന്നാണ് പറയുക. അപ്പൊ ധനവാനും ധന്യനും, ധനവാനാവാൻ ആർക്കും സാധിക്കും, ധനവാനായതുകൊണ്ട് ധന്യനാവണം എന്നില്ല എന്നാണ്. അപ്പൊ നമ്മള് കുചേലന്റെ ഒക്കെ കഥ കേട്ട പോലെ കുചേലനൊക്കെ ധന്യനാണ്. കാരണം ആ ഭഗവത് ഭക്തിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ധനം. അപ്പോ അങ്ങനെയുള്ളവർക്ക് ജീവിതാവസാനത്തിൽ പ്രാപിക്കേണ്ട വൈകുണ്ഠപദത്തെ പ്രാപിക്കുവാൻ നിഷ്പ്രയാസം കഴിയും എന്നാണ് മേൽപ്പത്തൂര് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. ഭഗവാന്റെ മുന്നിലാണ് പറയുന്നത്. ഭക്തന്റെ വാക്ക് സത്യമാക്കുമല്ലോ ഭഗവാൻ. അങ്ങനെ പിന്നീട് മേൽപ്പത്തൂര് പറയാണ്, ഇപ്പോ കവിശ്രേഷ്ഠന്മാരോട് അവരുടെ രചനകളെ പറ്റി പറയാണ്, നിങ്ങള് സ്തുതിപാഠകരായി മാത്രം ഇരിക്കരുത്. സ്തുതിപാഠകൻ എന്ന് ഉദ്ദേശിക്കുന്നത് രാജാക്കന്മാരെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ ഒക്കെ സ്തുതിക്കുന്ന വിധത്തില്, അന്നത്തെ ആ കാലത്ത് മേൽപ്പത്തൂരിന്റെ ഈ നാരായണീയ രചന നടന്ന ആ സമയത്തൊക്കെ ഈ രാജാക്കന്മാരൊക്കെ സ്തുതിപാഠകന്മാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും അതിന്റെ വേറൊരു വേർഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും തന്നെ പറ്റി സ്തുതിക്കുന്നത്, തന്നെ പറ്റി പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ അവരോട് പറയാണ്, നിങ്ങള് രാജാക്കന്മാരെ സ്തുതിച്ച് ധനവും മറ്റും ഒക്കെ സമ്പാദിച്ചോളൂ, പക്ഷെ ഭഗവാനെ സ്തുതിക്കാനായിട്ട് അവരുടെ അറിവ് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച്, ഭഗവാന്റെ കഥകളെ പറയാനും അവിടെ അതിനു വേണ്ടി കൂടി ഉപയോഗിക്കണം. അപ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പോ ഭഗവാന്റെ അവതാര ലീലകളെ വ്യക്തമായിട്ട് അവർക്ക് സ്തുതിക്കാൻ കഴിയും. കാരണം അവരുടെ ഉള്ളില് ആ കവിതാ രചനയ്ക്കുള്ള പാഠവും അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ അവര് ചെയ്യുന്ന ഓരോ രചനയും പിന്നെ ഭഗവാനുള്ള അർപ്പണമായി മാറാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സ്തുതിഗീതങ്ങളായി മാറാണ്.
അപ്പൊ ഭഗവാന്റെ നാമങ്ങള് എപ്പോഴും സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് അനന്തനാമിയായിട്ടുള്ള ഭഗവാനാണ്. ഓരോ നാമങ്ങളും ഇപ്പൊ നമ്മള് ഹരിനാമ കീർത്തനത്തിലോ എല്ലാറ്റിലും പറയും, ഒരു നാമമെങ്കിലും അറിയാണ്ടോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വിരോധത്തിലോ കോപത്തിലോ പരിഹസിച്ചിട്ട് പോലുമോ ഭജിക്കുകയാണെങ്കിൽ അത് നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്നാണ്. അങ്ങനെ സ്തുതിയും നാമസങ്കീർത്തനവും ഓരോരുത്തരാൽ കഴിയുന്ന പോലെ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ എല്ലാവരും തയ്യാറാവണം, പ്രത്യേകിച്ച് കവികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയാണ്, ഗുരുവായൂരപ്പന്റെ നാമസങ്കീർത്തനം, സ്തുതി, ഇതുകൊണ്ടൊക്കെ തത്വജ്ഞാന ലബ്ധിക്ക് അത് ലഭിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അതിന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിനെ ഞാൻ അതിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ തത്വജ്ഞാന ഉൽപ്പത്തി ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൽ എന്റെ മനസ്സിനെ ഉറപ്പിക്കുന്നു എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. പിന്നെ ഓരോ ഋഗ്വേദത്തിലെയും ഓരോ സ്തുതികള് തന്നെയാണ് അത് സംഗ്രഹിച്ച് അതിന്റെ അർത്ഥം സാധാരണക്കാരായ ഭക്തർക്ക് മനസ്സിലാകുന്ന വിധത്തില് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോ മേൽപ്പത്തൂര് സ്വയമായിട്ട് പറയാണ്, ഭഗവാന്റെ കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒക്കെ ജീവിച്ചോളൂ എന്ന് ഭക്തന്മാരോട് ഒരു നിർദ്ദേശം കൊടുക്കാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് അപ്പൊ എപ്പോഴും എന്ത് സംഗതിയും അനുഭവം ഉള്ളവർക്കാണ് അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. ഒരു വേദന അനുഭവിച്ചവർക്ക് അത് അറിയുള്ളൂ, അല്ലാതെ ഇത് വേദനയുള്ള സംഗതിയാണെന്ന് പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ മേൽപ്പത്തൂര് ഇത് കൃത്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങള് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട്, അത്രകാലം ഗുരുവായൂരിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതം വേറെ ഒരു തരത്തിലായിരുന്നു, നാരായണീയ രചന തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോ ഈ നാരായണീയ രചന തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഗ്രഹങ്ങള് അദ്ദേഹം നേരിട്ട് അനുഭവിച്ച്, പിന്നെ ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് നിർദ്ദേശങ്ങള്, പ്രഹ്ലാദന്റെ ഒക്കെ കഥ പറയുമ്പോ അവിടെ ആ ശ്രീലകത്ത് അതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇനി 100ാമത്തെ ദശകത്തിലും ഭഗവാൻ അനുഗ്രഹിക്കുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ. അതുകൊണ്ട് പറയാണ്, എല്ലാവരും ഇത് ഭക്തന്മാരോട് പറയാണ്, ഭഗവാന്റെ കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവത് കഥകളെ ചൊല്ലിക്കൊണ്ട് ഇനിയുള്ള ജീവിതം ജീവിക്കാനായിട്ട് ശ്രമിച്ചു നോക്കൂ, അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും ലഭിക്കും എന്നാണ്. അപ്പൊ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ധാരാളം ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു, വളരെയധികം ഭക്തന്മാരെ അനുഗ്രഹിച്ചു, പലതരം അവതാരങ്ങൾ എടുത്തു, അതിൽ കൂടിയൊക്കെ പലതരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ ആ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾക്ക് ഒരു കോട്ടവും വരാതെ അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഏതെല്ലാം വിധത്തിലുള്ള കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്തത് എന്ന് നമ്മള് ഇത്രയും കഥകളില് ധാരാളമായിട്ട് കേട്ടു. അപ്പൊ ആ കർമ്മങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട് ആണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോ അസുരന്മാരൊക്കെ അല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരെ പെരുകി ആ ധർമ്മത്തിന് തകർച്ച സംഭവിക്കുമ്പോ ദേവന്മാരുടെ രക്ഷയ്ക്കായിട്ട്, ഒരു സുഹൃത്തായിട്ട്, ഒരു ഭൃത്യനായിട്ട് ഭഗവാൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അപ്പൊ ഇവിടെ ഭഗവാന്റെ പ്രധാന അവതാരങ്ങളൊക്കെ സ്മരിച്ചിട്ട്, അപ്പൊ ഓരോ അവതാര കഥകളും അതില് ധാരാളം എന്തിനാണ് ആ അവതാരം എടുത്തത്, എങ്ങനെയാണ് ആ അവതാര ദൗത്യം നിറവേറ്റിയത്, അതൊക്കെ പാടുമ്പോ, അതൊക്കെ ഓർക്കുമ്പോ നമുക്കതൊക്കെ ഒരു തിരശീലയിൽ കാണുന്ന പോലെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് ഭക്തിയുടെ നിറവ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ആ ഭൂമിയെ കട്ടുകൊണ്ടുപോയ ഹിരണ്യാക്ഷനിൽ നിന്ന് ഭൂമിദേവിയെ തിരിച്ചു കൊണ്ടുവന്നത്, പിന്നെ അതിന് വരാഹ അവതാരം എടുത്തത്, അതുപോലെ പാലാഴി മഥനത്തില് കൂർമ്മമായിട്ട്, ലക്ഷ്മിയായിട്ട്, ധന്വന്തരി മൂർത്തിയായിട്ട് ഒക്കെ ഭഗവാൻ അവതരിച്ചു. അങ്ങനെയുള്ള ലീലകള് ഇങ്ങനെ സ്മരിക്കാനായിട്ട് അവതാരങ്ങളും കർമ്മങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് എപ്പോഴും ചെയ്യാനുള്ളത് ഈ സ്മരണകൾ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ യോഗീശ്വരന്മാരൊക്കെ അവരുടെ ധ്യാനത്തില് അവരെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭഗവാന്റെ ഈ രൂപത്തെയൊക്കെ തന്നെയാണ്. അപ്പൊ അവര് ആ വേദമന്ത്രങ്ങളെ കൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വളരെ ശ്രദ്ധാലുക്കളായിട്ട് സ്തുതിക്കുന്നു. അതൊക്കെ ആരെയാണ് സ്തുതിക്കുന്നത്? ഈ സ്തുതി എല്ലാം വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് അവരെല്ലാം സ്തുതിക്കുന്നത്. അപ്പൊ ഭഗവത് ഭക്തന്മാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഭഗവാന്റെ കർമ്മങ്ങളെ സ്മരിച്ച് സ്തുതിച്ച് ധ്യാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഭഗവത്മയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഭഗവത്
സ്മരണ നിറച്ചുകൊണ്ട് ആ മനസ്സിനെ വേറെ ഒരു സ്ഥലത്തേക്കും പോവാൻ സമ്മതിക്കാതെ, അപ്പൊ ഇത് അവിടെ നിറയുമ്പോ പിന്നെ അവിടെ വേറെ ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. അത് ധൈര്യമായിട്ട് തന്നെ മേൽപ്പത്തൂരിന് പറയാൻ സാധിക്കും. കാരണം ഈ നാരായണീയ രചന തുടങ്ങിയതിന് ശേഷം വേറെ ഒരു കാര്യവും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടാവില്ല. ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോഴും നാളെ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ആ ഭക്തകവി ഉറങ്ങാൻ പോയിട്ടുണ്ടാവുക. അപ്പോ അങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യം അനന്തമായിട്ടുള്ളതാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ മുമ്പ് ജനിച്ചിട്ടുള്ളവർക്ക്, ഇനി ജനിക്കാൻ പോകുന്നവർക്ക്, അതൊന്നും ആർക്കും ഭഗവാന്റെ മഹിമകളെ തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കില്ല. ഭഗവാന്റെ മഹാത്മ്യത്തിന് അവസാനമില്ല എന്ന് തന്നെയാണ്. അപ്പൊ ആ നാമസങ്കീർത്തനം എത്ര ശ്രേയസ്കരമാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ നാമങ്ങളെ ഞാൻ കീർത്തനം ചെയ്യുന്നു എന്നാണ്. 3 ലോകങ്ങൾക്കും ഉപരിയായിട്ട് ആ ശോഭിക്കുന്ന വൈകുണ്ഠ ലോകത്തിൽ വസിച്ചരുളുന്ന അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയെ പല വിധത്തിലുള്ള സ്തുതിവാക്യങ്ങളെ കൊണ്ട്, വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പൊ അതിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ള വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ടും കവിത രചിക്കുന്നുണ്ട്. അപ്പൊ അതിനും കുറച്ചുകൂടി ബലപ്പെടുത്തിയിട്ട് അങ്ങനെ ആ വേദങ്ങളിലും കൂടിയുള്ള സ്തുതികളെ എടുത്തുകൊണ്ട് ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. അപ്പൊ ലോക സൃഷ്ടിയുടെ ആരംഭത്തില് ഉണ്ടായത് ജലം, കാരണജലം, അത് നമ്മൾ ആദ്യത്തെ ദശകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചു എന്നാണ് ആ ജലം. അപ്പൊ സകല ജീവരാശികളും ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് അന്ന്. ആ അതില് എല്ലാം ലയിച്ചിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള സർവശക്തനായിട്ടുള്ള മഹാപ്രഭുവായിട്ടുള്ള ഭഗവാനെ, അങ്ങയ്ക്ക് ജനന മരണാദികളില്ല. അങ്ങനെയുള്ള അങ്ങയുടെ നാഭിയിൽ നിന്നാണ് ആ താമരപ്പൂവ് ഉദ്ഭവിച്ചത്. ആ താമരപ്പൂവ് അതിന്റെ 8 ഇതളുകളാണ്, ഈ 8 ദിക്കുകള്. അതിന്റെ മധ്യത്തിലുള്ള കർണിക, അതാണ് മഹാമേരു പർവ്വതം. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ 5ാമത്തെ ദശകത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യക്താവ്യക്തമിതം ന കിഞ്ചിദഭവത് എന്നുള്ള ശ്ലോകം. പിന്നെ അതുപോലെ അപ്പോ ആദ്യം ഭഗവാൻ ജലത്തിൽ ശയിച്ചത് കൊണ്ട്, ജലം എന്നുള്ളതിന് നാരം എന്നും കൂടി ഒരു അർത്ഥം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ജലം അയനമായിട്ടുള്ളവൻ, അതായത് നാരായണൻ. അപ്പൊ ഭഗവാൻ ജലം വാസസ്ഥാനമാക്കിയത് കൊണ്ടാണ് നാരായണൻ എന്ന പേര് വന്നത് എന്നാണ്. അപ്പൊ മഹാവിഷ്ണുവിന്റെ, പിന്നെ മേൽപ്പത്തൂര് സ്വയം ഇങ്ങനെ ഒരു സങ്കടം പറയാണ്, മഹാവിഷ്ണുവിന്റെ മഹത്വം ജനങ്ങള് അറിയുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുകയാണ് അദ്ദേഹം. കാരണം വേണ്ട വിധത്തിൽ കൃത്യമായിട്ട് ഭഗവത് കാര്യങ്ങളെ പറ്റി പലതും ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഒരു മുഴുവൻ മനസ്സർപ്പിക്കാതെ, മുഴുവൻ ആത്മാർത്ഥത ഇല്ലാതെ കാണുന്നുവല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോ അമ്പലത്തിലാണ് ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുന്ന ഭക്തന്മാര് പോലും ചിലപ്പോഴൊക്കെ ചില കാട്ടിക്കൂട്ടലാകുന്നുണ്ടോ, ഈ ഭക്തി എന്നുള്ളത് ഒരു പ്രകടനമായി മാറുന്നുണ്ടോ, ഒരു പ്രഹസനമായി മാറുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് മനസ്സില്. അപ്പൊ അദ്ദേഹം ഒരു നല്ല കാഴ്ചക്കാരൻ അല്ലെങ്കിൽ ഒരു ഒബ്സർവറും കൂടിയാണ്. അപ്പോ മഹാവിഷ്ണുവാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് ജനങ്ങൾ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. ഓരോരുത്തരുടെയും ഉള്ളില് വിഷ്ണുവാണ് എന്ന് അവർക്ക് അറിയുന്നില്ലല്ലോ. എൻ്റെ ഉള്ളിലുള്ള ഈ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചവും ഇത് തന്നെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിൽ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ മനസാക്ഷിയായിട്ടിരിക്കുന്നത് ഈ ശക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്തു, ആരും അറിഞ്ഞില്ല, ഞാൻ ഇത് ചെയ്തു, അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ചിലര് സ്വയം സമാധാനിക്കുകയാണ്, ഞാൻ ഇത് ചെയ്തത് ആരും അറിഞ്ഞില്ല. അങ്ങനെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ മനസാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ വിസ്മരിച്ചുകൊണ്ടാണ് അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ, അപ്പൊ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ, ഈ വിശ്വത്തെ നിയന്ത്രിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ്, ആ പരമാത്മ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലും നമ്മളെയും നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നിർദ്ദേശങ്ങളെ തന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വിരാജിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കണേ ഭഗവാനെ എന്ന് പറയാണ്. അപ്പോ പരമാത്മാവായിട്ട് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു, പിന്നെ അതുപോലെ
അപ്പൊ അതിനെ എന്താ പറയുന്നത്? മായയാകുന്ന ഒരു ആവരണം, മഞ്ഞ് പോലെ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ ഉരുകും, ശരിക്ക് ചൂട് തട്ടിയല്ല. അപ്പൊ ആ ഭക്തിയുടെ ചൂടിൽ അതൊക്കെ ഉരുകിപ്പോണം. ആ മായയാകുന്ന മഞ്ഞ് പോലെയുള്ള ഒരു ആവരണം മനുഷ്യന്റെ മനസ്സിനെ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബുദ്ധിയും ബോധവും ഒക്കെ മറയ്ക്കപ്പെടുന്നത്. അപ്പൊ നാമരൂപാധികളെ കൊണ്ട് ആ സത്യം, നാമരൂപാധികൾ കൊണ്ട് സത്യം മറയ്ക്കപ്പെടുന്നു എങ്കിലും സത്യപ്രതീതി ജനിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ നാമം ജപിക്കും തോറും അതിങ്ങനെ ക്ലിയറായി വരികയാണ്. അപ്പോ ആത്മാവിനെ അറിയാതെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിൽ പിന്നാലെ പോയി ആ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട്, അപ്പോഴാണ് ഈ സ്വർഗം വേണം അല്ലെങ്കിൽ അത് വേണം എന്നൊക്കെ പറഞ്ഞ് യാഗാദി കർമ്മങ്ങൾ ചെയ്ത്, അപ്പൊ അതിന് ഈ പൂജ ചെയ്താൽ ഇത് ലഭിക്കും, ഈ കർമ്മം ചെയ്താൽ ഇത് ലഭിക്കും, ഈ നാമം ചൊല്ലിയാൽ, ഈ സ്തോത്രം ചൊല്ലിയാൽ, കനകധാര സ്തോത്രം ചൊല്ലിയാൽ സ്വർണ്ണ നെല്ലിക്ക വീഴും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൊല്ലുന്ന, എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന അവസ്ഥ അല്ലാതെ എപ്പോഴും ആ നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ആനന്ദത്തിന് വേണ്ടി അത് ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്നാണ്. അപ്പൊ വിഷ്ണുവിനെ അറിയണം എന്നോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കണമെന്നോ പലരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറയാണ്. അപ്പൊ ഒരു ഗുരുനാഥൻ പറയും, ഗുരുവായൂരിൽ പോയിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഗുരുവായൂരപ്പനെ വേണം എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് ഒരു തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെ തമാശയല്ല അത്, പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ വിചാരിക്കാം. കുട്ടികൾ പറയില്ലേ എനിക്ക് ഈ കളിപ്പാട്ടം വേണം, ആ കളിപ്പാട്ടം വേണം, അപ്പൊ എനിക്ക് ഗുരുവായൂരപ്പനെ വേണം എന്ന് പറയുന്ന എത്ര പേരുണ്ട് എന്നാണ്. അപ്പൊ ഇത് നമുക്ക് അത് വളരെ ചെറിയൊരു ഉദാഹരണമായിട്ട് പറയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭഗവാനെ എന്നെ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഭഗവാനിലേക്ക് എത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നാണ്. പിന്നെ അടുത്ത ശ്ലോകം പുരുഷസൂക്ത മന്ത്രങ്ങളാണ് ഈ ശ്ലോകത്തിന്റെ ആധാരമായിട്ടുള്ളത്. അപ്പൊ ഭഗവാനെ വേദ തത്വങ്ങളിലൂടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്തുതിക്കുകയാണ്. വിദ്വാനാണ്, എല്ലാ കാര്യങ്ങളിലും വളരെ അറിവുള്ള ആളാണ്, വേദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും. അപ്പോ ആ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് അങ്ങ് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, അങ്ങേക്ക് അനേകായിരം ശിരസ്സുകളും കണ്ണുകളും കൈകളും കാലുകളും മറ്റെല്ലാ അംഗങ്ങളും ഉണ്ട്. നമ്മുടെ ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഈ പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് കൂടി വഴിഞ്ഞു നിൽക്കുന്നത്, ഏറ്റവും ചെറിയ സ്ഥലത്ത് പോലും. അപ്പൊ മനസ്സ് എന്ന് പറയുമ്പോൾ ഇടുങ്ങിയ മനസ്സ് എന്ന് പറയും, പലരെ പറ്റിയിട്ട് പറയുമ്പോൾ വിശാലമായ മനസ്സെന്നും വളരെ നാരോ മൈൻഡഡ് എന്ന് പറയും. അപ്പൊ ആ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളുടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണ് വിളങ്ങുന്നത്. അത് വിശദമാക്കണമെങ്കിൽ ആ നാരോ മൈൻഡഡ്നെസ്സിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ആവരണങ്ങളെ മാറ്റിയാൽ മതി. അങ്ങനെ ആ ചെറിയ സ്ഥലത്ത് പോലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോ കഴിഞ്ഞു പോയത്, ഇപ്പൊ നടക്കുന്നത്, ഇനി വരാനിരിക്കുന്നത്, അങ്ങനെ എല്ലാ 3 കാലങ്ങളും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ പരമാത്മാവായി പരിലസിച്ച് മോക്ഷസൗഖ്യം അനുഭവിക്കുന്നതും എല്ലാം ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. അപ്പൊ ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ മൂലപ്രമാണമാണ് പുരുഷ സൂക്തം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, കാലം, ജീവാത്മാവ്, പരമാത്മാവ് എല്ലാം ഒരേ വിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാണ്. അപ്പൊ വേറൊന്നില്ല എന്നാണ്. പിന്നെ വീണ്ടും പറയാണ്, ഭഗവാനെ അങ്ങയുടെ മഹിമയ്ക്ക് അവസാനമില്ല. അങ്ങ് 3 ലോകത്തിന്റെയും രൂപം ധരിക്കുന്നതാണ്. ത്രൈലോക്യ രൂപം ദബി. പിന്നെ ആ ത്രിലോകങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് നിഷ്കള ആനന്ദ ആത്മാവായിട്ട് അങ്ങ് സ്ഥിതി ചെയ്യുന്നു. ഇതും ഭഗവാന്റെ മഹാത്മ്യമല്ലേ എന്നാണ്. അല്ലാതെ മറ്റെന്താണ് പറയാ? വേറെ കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. ചിലപ്പോഴൊക്കെ വാക്കുകൾക്ക് പോരാ, ഇത്ര വാക്ക് പറഞ്ഞാൽ പോരാ, ഇതിനേക്കാൾ പറയാനുണ്ട്. പക്ഷെ വാക്കുകൾ പറ്റുന്നില്ല, ചില ലിമിറ്റേഷൻസ് ഉണ്ട് വാക്കുകൾക്ക് പോലും. അപ്പൊ അങ്ങയുടെ മഹിമ അല്ലെങ്കിൽ ആ വൈശിഷ്ട്യം, വലിപ്പം അത് എത്രയാണെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഭഗവാന്റെ ചെറിയൊരു അംശമാണ് ഈ ലോകങ്ങളെല്ലാമായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ആ പരമാനന്ദ സ്വരൂപമായിട്ട് ലോകങ്ങൾക്ക് മീതെ ശോഭിക്കുന്ന, അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ,
അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ്. അപ്പൊ ഇവിടെ പിന്നീട് വേദസ്തുതി 10ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോൾ അവിടെ ഉപസംഹരിക്കുകയാണ്. ഭഗവാന്റെ വ്യക്തമായിട്ടുള്ള രൂപത്തിനെ തന്നെയാണ് ഭട്ടതിരിപ്പാട് അവസാനം ശരണം പ്രാപിക്കുന്നത്. അപ്പോ സഗുണരൂപത്തിലും നിഷ്കള രൂപത്തിലും ഏത് രൂപത്തിലും ഭഗവാനെ തന്നെയാണ് മേൽപ്പത്തൂര് അനുഭവിക്കുന്നത്. അങ്ങനെ ഈ ശ്ലോകത്തോടു കൂടി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആ ഭാഗവതത്തിന്റെ സംഗ്രഹണ രൂപത്തിലുള്ള സ്തോത്ര നിർമ്മാണം, ഈ നാരായണീയ രചനയുടെ അവസാനമാണിത്. അപ്പൊ ഭഗവത് ഭജനത്തിനെത്തിയ മേൽപ്പത്തൂര് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ദർശിച്ചത് ഭഗവാന്റെ പരമാത്മ രൂപത്തെ ആയിരുന്നു. ആ ബ്രഹ്മതത്വം അന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോ ആ രൂപം അവ്യക്തമായതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ശുദ്ധ സത്വമയമായിട്ടുള്ള രൂപം വ്യക്തമാണ് എന്നും കൂടി സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മഹാവിഷ്ണുവിന്റെ രൂപത്തിന് സഗുണം നിർഗുണം രണ്ട് ഭാവങ്ങളും രണ്ട് ഭേദങ്ങളും ഉണ്ട്. അതില് നിർഗുണ രൂപം അതിസൂക്ഷ്മമായിട്ടുള്ളതാണ്. ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്തത്, അഗോചരമായിട്ടുള്ളതാണ്. എന്നാൽ ആ രജസ്സും തമസ്സും ഒക്കെ ബന്ധമില്ലാത്ത ശുദ്ധ സത്വമായിട്ടുള്ള ആ രൂപം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളതാണ്. ആ സഗുണ രൂപം, ഈ രൂപം ആ സച്ചിദാനന്ദ രസമാകുന്ന സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ് എന്നാണ്. ആ സച്ചിദാനന്ദത്തെ ഒരു കടലായിട്ട് സമുദ്രമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അതിലെ തിരമാലകളാണ് എന്ന് പറയാ, തിരമാലകൾക്ക് തുല്യമാണ് എന്ന് പറയാണ്. അപ്പൊ അതില് ആ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായ അവലീകളികാരം, ആ ശ്ലോകങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും അതിന്റെ ഭാവം തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിന് ഇഷ്ടമായിട്ടുള്ളത്, ഗുണമാധുര്യം കൊണ്ട് നമ്മൾ ആകൃഷ്ടരാവുന്നത്, നമ്മൾ ആ ഭഗവാനിലേക്ക് ആകൃഷ്ടരാവാണ്. കൃഷ്ണ എന്ന പദത്തിന് തന്നെ എല്ലാവരെയും ആകർഷിക്കുന്നത് എന്നാണല്ലോ. അങ്ങനെയുള്ള ആ ശുദ്ധ സത്വസ്വരൂപിയായ വൈകുണ്ഠമൂർത്തിയെ, ആ ഭഗവത് വിഗ്രഹത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ മേൽപ്പത്തൂര് ശരണം പ്രാപിക്കുന്നത് ആ ഗുരുവായൂരിൽ വിളങ്ങുന്ന ആ മൂർത്തിയാണ്. അതുകൊണ്ട് നാരായണീയം പാരായണം ചെയ്യുന്ന നമ്മളെല്ലാവരും ഈ ഭഗവാനെ തന്നെയാണ് പ്രാപിക്കേണ്ടത്, അല്ലെങ്കിൽ ശരണം പ്രാപിക്കുന്നത്. അതാണ് ഗുരുവായൂരപ്പൻ. എല്ലാവരും ആശ്രയിക്കുന്ന, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ ശുദ്ധ സത്വൈക മൂർത്തിയായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ, അതാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണനും വേറെ അല്ല. കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു, വൃന്ദാവനത്തിലെ ഓടിക്കളിച്ച ഉണ്ണിക്കണ്ണനും ഗോപികമാരുടെ കാമുകനായിട്ടുള്ള ഉണ്ണിക്കണ്ണനും ഗുരുവായൂരിൽ വിളങ്ങുന്ന ബാലഗോപാലമൂർത്തിയായിട്ടുള്ള ഉണ്ണിക്കണ്ണനും ബാലഗോപാലമൂർത്തിയും വൈകുണ്ഠത്തിൽ വിളങ്ങുന്ന ആ പരമാത്മ സ്വരൂപനും എല്ലാം ഒന്ന് തന്നെയാണ്, ഈ ഗുരുവായൂരപ്പനാണ്. അപ്പോ ആ കോമള രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദശകം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കാം. ഹരി ഓം.